കേരളത്തിന്റെ മാംഗോ സിറ്റിയാണ് മുതലമട. ഇവിടത്തെ മാങ്ങകൾക്ക് വിദേശത്ത് വരെ വലിയ ഡിമാൻഡാണുള്ളത്. നിരവധി ആളുകളാണ് മാവ് കൃഷിയിലൂടെ ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ ഇതിനെ ഒരു കൃഷിയായിട്ട് പോലും സർക്കാർ കണക്കാക്കുന്നില്ല. മാവ് കൃഷി ഏഷ്യയിൽ തന്നെ മാവ് കൃഷിയിൽ ആദ്യമായി മാവ് വിളയുന്ന ഒരു പ്രദേശമാണ് ചിറ്റൂർ താലൂക്കിൽ മുതലമട പഞ്ചായത്ത്. മുതലമട പഞ്ചായത്തിൽ ഗോവിന്ദാപുരം മുതൽ എലവഞ്ചേരി വരെ ഏതാണ്ടും പരന്നു കിടക്കുന്ന വിസ്തീർണത്തിൽ 10,000-ഓളം ഹെക്ടർ കൃഷിയിൽ ഇപ്പോൾ മാവ് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇത് നേരത്തെ പറമ്പ് കൃഷിയായിരുന്നു, നേരത്തെ മാവ് കൃഷിയാക്കി മാറ്റിയത്. ഇപ്പോൾ ഈ പ്രദേശത്ത് വിളവിച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങയിൽ ഏറ്റവും വലിയ ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന മാങ്ങേനെ പങ്കനപ്പള്ളി എന്ന് പറയും. പങ്കനപ്പള്ളി കൂടാതെ ചെന്തൂരം, ആപ്പോസ്, മൽഗോവ, കിളിച്ചുണ്ടൻ, അതിന് കിളിച്ചുണ്ടൻ എന്നും പറയും, തോത്താപ്പുരി എന്നും പറയും. പിന്നെ ഇങ്ങനെ ഇനിയും കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള മാവുകൾ ഉണ്ട്. മുതലമടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാങ്ങ സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാടിനെ അപേക്ഷിച്ച് വളരെ കുറവ് മാങ്ങ ഉണ്ടാകുന്ന സ്ഥലമാണ് മുതലമട. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാകുന്നത് മുതലമടയിലാണ്. ഏഷ്യയിൽ ഫസ്റ്റ് ഹാർവസ്റ്റിങ് മാങ്ങ ഫസ്റ്റ് ഹാർവസ്റ്റിങ് മുതലമടയിലാണ്. പക്ഷേ ഈ ഒരു അനുകൂല കാര്യങ്ങളൊന്നും കണക്കിലെടുത്തുകൊണ്ട് ഈ കൃഷി വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളൊന്നും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ കർഷകരുടെ സംഘടനാ തലത്തിലോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സർക്കാരിന്റെ കണക്കിൽ ഇത് വെറും മാങ്ങയാണ്, ഒരു കാർഷികോൽപ്പന്നമല്ല. മാവ് കൃഷിയെ ഒരു കാർഷികോൽപാദനമായി സർക്കാർ കണ്ടിട്ടുമില്ല. മാമ്പഴത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളോ, എന്തിന് മാങ്ങയെന്ന് ഉപ്പിലിടാൻ പോലും മുതലമടയിൽ സംവിധാനങ്ങളില്ല. അതായത് ഇവിടെ സാധാരണ നെൽകൃഷി, മരച്ചീനി കൃഷി, കശുവണ്ടി കൃഷി, റബ്ബർ കൃഷി, തെങ്ങ് കൃഷി, കവുങ്ങ് കൃഷി, ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ഗസറ്റിന് പ്രകാരം സർക്കാരിൻ്റെ കണക്കിൽ കൃഷിയാണ്. പക്ഷേ മാവിനെ ഇതുവരെ കൃഷിയായിട്ട് അംഗീകരിക്കാൻ സർക്കാരോ സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോ അത് തയ്യാറായിട്ടില്ല. അതാണ് ഒരു പ്രധാന കാരണം. അങ്ങനെ കൃഷി വകുപ്പായിട്ട് ഇതൊരു മാവ് മരം ഉണങ്ങിപ്പോയാൽ തന്നെ, ജലസേചനം കിട്ടാതെ ഉണങ്ങിപ്പോയാൽ തന്നെ അതിന് നഷ്ടപരിഹാരം കിട്ടാത്ത ഒരവസ്ഥയാണ്. കേരള ഗവൺമെൻറ് മാങ്ങ കൃഷിയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മാങ്ങയ്ക്ക് കുറച്ച് സബ്സിഡി മറ്റേതും മറിച്ചും കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അവർ ആന്ധ്രയിലാണ് കൂടുതൽ, ആന്ധ്രയിലും കർണാടകയിലാണ് മാങ്ങ. അപ്പോൾ അവിടേക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു ഇതാണ്. പക്ഷേ അതുപോലെ നമുക്ക് പ്രയോജനം, കാരണം നമുക്ക് ബാക്കിൽ 2 മാസം ബാക്കിലാണ് അവർക്ക് മാങ്ങ വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് ആ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു സബ്സിഡിയും സഹായവും ഇല്ല. പക്ഷേ കേന്ദ്ര സർക്കാരിലേക്ക് ഇവിടുന്ന് ഏതൊരു സാധനമായാലും കയറ്റുമതി ചെയ്യുമ്പോൾ അതിൻ്റെ വിദേശ നാണയ ശേഖരണം ഇന്ത്യ സർക്കാരിന് വരുന്നതാണ്. ആ 300 കോടി രൂപ വിദേശ നാണയ ശേഖരം തരുന്ന ഒരു കൃഷി കൂടിയാണ് ഈ മാവ് കൃഷി. അത്രയും വരുമാനം ഉണ്ടായിട്ട് പോലും ഇതിനെ കൃഷിയായിട്ട് അംഗീകരിക്കാത്തത് ഈ കേരളത്തിൻ്റെ ഭരണകർത്താക്കളുടെ, ഈ രാജ്യത്ത് ഭരണാധികാരി വർഗത്തിൻ്റെയും ഉദ്യോഗസ്ഥ വർഗത്തിൻ്റെയും പോരായ്മയും ഈ കൃഷിയോടുള്ള അവഗണനയുമാണ്. സർക്കാരിന് ഇവിടെ ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു റൈപ്പനിങ് യൂണിറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ രൂപത്തിലൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാങ്ങയുടെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ഉദാഹരണമായിട്ട് സീസൺ മെയ്
മാസം അവസാനത്തോട് കൂടിയിട്ട് ഒരുപാട് മാങ്ങ ഇവിടെ ഉണ്ടാവും. അതെല്ലാം പെട്ടെന്ന് പഴുത്ത മാങ്ങകളായിരിക്കും. ഈ മാങ്ങകളൊന്നും പ്രോസസ്സ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ജാമാക്കിയെടുക്കാനോ പൾപ്പാക്കിയെടുക്കാനുള്ള സംവിധാനമൊന്നും മുതലമടയിലില്ല. ഈ മാങ്ങകളൊക്കെ ഇവിടെ നിന്ന് കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കൊക്കെയാണ് പോകുന്നത്. ഇവിടെ അതിനുള്ള ഒരു സംവിധാനം ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല. ആന്ധ്രയിലും കൃഷ്ണഗിരിയിലും ഗോദാവരിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള മാംഗോ ഫാക്ടറികൾക്ക് ഇവിടെ നിന്ന് വൻകിടക്കാർ ഇതിനെ വാങ്ങി കയറ്റി വെച്ച് അവർ കൊള്ള ലാഭം കൊയ്യുകയാണ്. അത് കൃഷിക്കാരന് വലിയ നഷ്ടമായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ കൃഷിക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും ഇടത്തട്ടുകാർ കൊണ്ടുപോവുകയാണ്. അതേ രീതിയിൽ സർക്കാർ ഇതിനെ കണക്കാക്കി കൃഷിക്കാർക്ക് പ്രോത്സാഹനം കൊടുത്ത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ നടത്തിയാക്കി വരികയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ 10 മടങ്ങ് വിദേശ നാണയ ശേഖരമാക്കി മാറ്റാനും ഈ മാങ്ങയെ വലിയൊരു ഉൽപ്പാദനമാക്കി സംരക്ഷിച്ചെടുക്കാനും ഈ മാവ് കൃഷിയെ രക്ഷിക്കാനും മാങ്ങ കർഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടുമായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും മാങ്ങകളിലുണ്ടാകുന്ന പുതിയ രോഗങ്ങളും കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നു. ഓരോ വർഷവും മാങ്ങയുടെ അളവ് കുറയുന്നതിനോടൊപ്പം വലിപ്പവും കുറഞ്ഞു വരുന്നു. പല അസുഖങ്ങളും ഇവിടെ പുതുതായിട്ട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടുത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാവ് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേനൊലിക്കുന്ന ഒരു സംവിധാനം. എനിക്ക് തോന്നുന്നു ഇതുവരെയും അതിന് ശരിയായിട്ടുള്ളൊരു മരുന്ന് ആരും നിർദ്ദേശിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് ശരിയായിട്ടുള്ള കർഷകർക്ക് ശരിയായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ മഞ്ഞുകാലം വന്നാലും പൂക്കൊഴിച്ചിലുണ്ടാകും. പൂക്കൾ വരുന്ന സമയത്ത് കാറ്റില്ലെങ്കിൽ ആ പൂവിൽ വന്ന് തേൻ കുടിക്കാൻ വരുന്ന ഈച്ചകളുണ്ടാകും. അതിൽ തേനടി വരും. തേനടി വന്നാലും ഇതിനിപ്പോൾ തേനടി മാറാൻ വേണ്ടി ഇന്ന് വരെയായിട്ട് ശാസ്ത്രീയമായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടും, അല്ലാത്തവർക്ക് കിട്ടില്ല. അത് തേനടി വന്ന് നഷ്ടപ്പെട്ടു പോകും. ഈ 3 പഞ്ചായത്തുകളിലായിട്ട് 400 കോടി രൂപയുടെ മാങ്ങ ഉൽപ്പാദനം ശരാശരി ആകുന്നുണ്ട്. നമ്മുടെ മുതലമടയ്ക്ക് മാത്രം 150 കോടി അന്യ ചെലവണി വെളിനാട്ട് പൈസ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ മുതലമടയ്ക്ക് മാത്രം 150 കോടി രൂപ വരുന്നുണ്ട്. ഇത്രയൊരു ഇതുണ്ടായിട്ട് ഈ മേഖലയെ ഗവൺമെൻറ് തിരിഞ്ഞു നോക്കുന്നില്ല.